മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. റിജിൽ മാക്കുറ്റി നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ഗതി കിട്ടാതെ അലയുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എവിടെ മത്സരിച്ചാലോ. ഈ രാഷ്ട്രീയ നേതാവ് ഇപ്പോ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മത്സരിക്കാൻ രംഗത്തെത്തിയിട്ടുണ്ട്. സകല ആളുകളും ഓർക്കണം, പട്ടാപകൽ പരസ്യമായിട്ട് പൊതുജന മധ്യത്തില് ഒരു മിണ്ടാപ്രാണിയെ അറുങ്കൊല ചെയ്തിട്ടുള്ള ഈ റിജിൽ മാക്കുറ്റി ഒന്നും ഓരോ മറുപടിയും അർഹിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം മനോരമയുടെ വോട്ടുകവല പ്രോഗ്രാമില് പച്ചക്കള്ളം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. RSS എന്ന് പറയുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ പ്രസ്ഥാനമാണ്. അപ്പൊ RSS പോലെ തന്നെയാണ് RSS ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്നാണ് ഈ റിജിൽ മാക്കുറ്റി വിളിച്ചു പറയുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന മഹാരാജ്യം അടക്കി ഭരിക്കുന്നത് RSS ആണ്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഈ രാജ്യത്ത് നിന്ന് RSS അടക്കി ഭരിക്കുന്ന ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നിന്ന് RSSനെതിരെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ പോലും സാധിക്കുന്നുണ്ട് എങ്കിൽ, സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ, RSS ഒരു തീവ്രവാദ സംഘടന എന്നൊക്കെ പറയുന്നത് ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളില്ലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങളും സമാധാനവും സുരക്ഷയും ഈ രാജ്യത്തില്ലേ? RSS അടക്കി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മറ്റേതൊരു രാജ്യത്തുള്ളതിനേക്കാൾ അധികം സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള, മറ്റൊരാൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സകല സ്വാതന്ത്ര്യമുണ്ട്. ലോകത്ത് മറ്റേതൊരു രാജ്യത്തുള്ളതിനേക്കാൾ അധികം സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം സകലതുമുള്ളത് RSS അടക്കി ഭരിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. അവിടെ ഇരുന്നു കൊണ്ട് RSS തീവ്രവാദ സംഘടന എന്നൊക്കെ പറയുമ്പോ ബോധമുള്ള ആളുകൾ പുച്ഛിച്ചു തള്ളില്ലേ? ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ തീവ്രവാദ സംഘടന എന്നൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി SDP ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ഒട്ടുകവല എന്ന ഈ പ്രോഗ്രാമിൽ ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് ബഹളമൊക്കെ, ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP ഒക്കെ പിന്തുണ എന്തിനാണ് കോൺഗ്രസ് വാങ്ങുന്നത് എന്നതിന്റെ ഉത്തരം കൊടുക്കുക. അവരൊക്കെ മത്സരിക്കുന്നുണ്ടല്ലോ, മത്സരിക്കുന്നുണ്ട്, അവരുടെ വോട്ട് പിന്തുണ വാങ്ങിക്കൂടെ എന്ന്. അല്ല റിജിൽ മാക്കുറ്റി, ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും നാളെ ഇലക്ഷനിൽ മത്സരിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് അവരുടെയും പിന്തുണയൊക്കെ വാങ്ങുമോ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണ വാങ്ങിയിട്ട് RSS അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിളിച്ചു പറയുന്നത് ആർക്ക് വേണ്ടിയാ? ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയല്ലേ? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ സ്വപ്നം നടക്കാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം RSS ആണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താ? മതരാഷ്ട്രവാദം ഉന്നയിച്ച്, മതരാഷ്ട്രവാദത്തിന് 24 മണിക്കൂറും നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്? ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപിച്ച സിമിയെ പിന്തുണയ്ക്കുന്നവരല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമി? മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമി? ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എങ്കിൽ ആ കോൺഗ്രസിന് ബോധമുള്ള മലയാളികൾ വോട്ട് ചെയ്യണോ എന്ന് 1000 തവണ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബോധവും വിവരവും വിവേകവുമുള്ള ഒരു മനുഷ്യരും കോൺഗ്രസിന് ഒരു വോട്ട് പോലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. RSS അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. എന്നാൽ ഇവര് പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കി ഭരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബംഗ്ലാദേശിൽ പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ റിജിൽ മാക്കുറ്റിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കോ? തലയങ്ങ് ഉരുളില്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഭരിക്കുന്ന ഈ രാജ്യത്തേക്ക് റിജിൽ മാക്കുറ്റിയൊക്കെ ഒന്ന് പോയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒന്ന് ടെസ്റ്റ് അടിക്കാനെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ സ്പോട്ടിൽ തല ഉരുളും എന്നുള്ളതാ യാഥാർത്ഥ്യം. ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന ബംഗ്ലാദേശില് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താ? ക്രിസ്ത്യാനിയുടെ, ഹിന്ദുവിന്റെ, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്താ?
അവിടെ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ബംഗ്ലാദേശിൽ നിന്ന് എന്തൊക്കെ ക്രൂരതകളുടെ വാർത്തയാണ് നമ്മൾ നിരന്തരം കേൾക്കുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തില് യു ഡി എഫിന് പിന്തുണ വാങ്ങിയിട്ട് വി ഡി സതീശനെ കോടി നടക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങാൻ. റിജിൽ മാക്കുറ്റൊക്കെ ഉളുപ്പില്ലാതെ വാങ്ങിക്കൊണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടൊക്കെ. ഇതിനും നല്ലത് ഇങ്ങനെ ഇവന്മാരുടെ ഇത്തരം തീവ്ര ചിന്താഗതിക്കാരുടെ വോട്ടൊക്കെ വാങ്ങി വിജയിക്കുന്നതിന് നല്ലതല്ലേ? അന്തസ്സിൽ പരാജയപ്പെടുന്നത് അതല്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം എന്നുള്ളത്? അതല്ലേ ജനാധിപത്യത്തിന്റെ മഹത്വം എന്ന് ബോധമുള്ള ആളുകൾ വിശ്വസിക്കുന്നത്? ഈ റിജിൽ മാക്കുറ്റ് ആ മിണ്ടാ പ്രാണിയെ പരസ്യമായിട്ട് പൊതുജന മധ്യത്തില് പട്ടാപകല് അറുങ്കൊല ചെയ്ത സമയത്ത് തന്നെ ഇവനൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞ. അതിനുശേഷം ഒരു സ്ഥലത്തും ഗതി പിടിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും മലയാളികൾ പുച്ഛിച്ചങ്ങ് തള്ളിയിട്ടുള്ള ഈ പറയുന്ന റിജിൽ മാക്കുറ്റിയൊക്കെ ബോധമുള്ള സകല മലയാളികളും പുച്ഛിച്ച് തള്ളിയിട്ടുള്ളതാ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വോട്ട് വാങ്ങാൻ എങ്ങനെയാണ് കോൺഗ്രസിന് സാധിക്കുന്നത്? വി ഡി സതീശന് അതേപോലെ തന്നെ റിജിൽ മാക്കുറ്റി ഇത്തരം കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നിരന്ന് നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുക. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ ആൾക്കൂട്ടൊന്നുമില്ല. എന്നിട്ടും ഇവരുടെ പിന്തുണയൊക്കെ ഇവർ വാങ്ങുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ പിന്നില് വലിയ ഗൂഢാലോചനയുണ്ട്. മതരാഷ്ട്രവാദം എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നം നടത്തിക്കൊടുക്കാൻ കോൺഗ്രസ് എന്തെങ്കിലും വാഗ്ദാനം കൊടുത്ത് അതിന്റെ പകരമായിട്ട് എന്തെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് സാമ്പത്തികമായിട്ട് പോലും നേട്ടങ്ങൾ കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതാ. ഈ റിജിൽ മാക്കുറ്റിയൊക്കെ ജമാഅത്തെ ഇസ്ലാമി മറ്റൊന്ന് നിങ്ങൾ കേട്ടില്ലേ, SDPIക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ SDPIയുടെ ഒക്കെ പിന്തുണ വാങ്ങാന് എങ്ങനെയാണ് സാധിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച ഈ രാഷ്ട്രീയ പാർട്ടിയാണ് ഈ SDPI എന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ED ഔദ്യോഗികമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനതയോട് വിളിച്ചു പറഞ്ഞതാ. ഇതൊന്നും ബോധമുള്ള ഒരു മലയാളിയും ഒരിക്കലും മറക്കില്ല. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള SDPIയുടെ നമ്മുടെ രാജ്യം മതരാഷ്ട്രവാദം ഉന്നയിച്ച് രാജ്യത്തെ തന്നെ തകർക്കാൻ മുന്നോട്ട് പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയൊക്കെ പിന്തുണ കോൺഗ്രസ് വാങ്ങുന്നുണ്ട് എങ്കിൽ ഇത്തവണ കോൺഗ്രസിന് വോട്ടു ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെ വോട്ടു ചെയ്യുകയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.